ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 5 തരത്തിലെ കുറുക്കുകളാണ്. കർക്കിടക മാസ സ്പെഷ്യലായ 5 തരം കുറുക്കുകൾ. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറുക്കുകളാണ്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. മെലിഞ്ഞവർക്ക് വണ്ണം വെക്കാനുള്ള കുറുക്ക് ഇതിലുണ്ട്. അത് 7 ദിവസം തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കാണുന്നതാണ്. വളരെയധികം വണ്ണമുള്ളവർക്ക് വണ്ണം കുറയാൻ വേണ്ടിയുള്ള കുറുക്കും ഇതിലുണ്ട്. അതും 7 ദിവസം തുടർച്ചയായി നിങ്ങൾ രാവിലെ വൈകുന്നേരം അതായത് രാത്രിയിൽ കഴിക്കുകയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്തായാലും ഫലം കിട്ടിയിരിക്കും. വളരെ നല്ല കുറുക്കുകളാണ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഇതുപോലുള്ള കുറുക്കുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ശരീരപുഷ്ടിക്കും സൗന്ദര്യവർദ്ധനത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള 5 തരം കുറുക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് ചെയ്ത് നോക്കാം. ഞാനിവിടെ 5ഉം ഒരുമിച്ച് ഒരേ രീതിയിൽ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോന്ന് വെച്ച് ചെയ്താലും മതിയാകും. ഇതിനു വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അരി, ഉലുവ, ഓട്സ്, കറിവേപ്പില, മഞ്ഞൾ ഇവ ഉപയോഗിച്ചുള്ള 5 തരത്തിലെ കുറുക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓരോ കുറുക്കുകൾക്കും ഓരോ ടേസ്റ്റാണ്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള അത് തിരഞ്ഞെടുത്ത് ചെയ്ത് കഴിക്കാവുന്നതാണ്. 5 കുറുക്കുകളിൽ ഞാനിവിടെ പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചരി ഒന്ന് കുമിർത്തി വെക്കുക. 3-4 മണിക്കൂർ വെച്ചാൽ മതിയാകും. അത്രയും സമയം എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാലും അത് കുമിർന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. ഞാനിതിൽ രണ്ടാമത് ചെയ്ത് കാണിക്കുന്ന ഉലുവക്കുറുക്ക് നടുവേദനയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. അത് വീട്ടിലുള്ള എല്ലാവർക്കും അത് ചെയ്ത് കഴിക്കാം. ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ആദ്യം തയ്യാറാക്കുന്നത് അരിക്കുറുക്കാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എല്ലാം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചാണ് അടിച്ചെടുക്കുന്നത്. എല്ലാ കുറുക്കുകളും ഞാനിവിടെ ചെറിയ അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അളവ് മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ 5ഉം ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയ അളവിൽ ചെയ്യുന്നത്. നിങ്ങൾ അതനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. ആദ്യത്തെ കുറുക്കിന് വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 5 സ്പൂൺ പച്ചരി കുമിർത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ആദ്യത്തെ അരിക്കുറുക്ക് ശരീരം വണ്ണം വയ്ക്കാൻ വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുറുക്കാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന കുറുക്കാണ്. ഇത് വളരെ ടേസ്റ്റായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിലോട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കണ്ട, അരി അടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. എന്നിട്ട് ഞാൻ അതൊരു ബൗളിലോട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറട്ടെ. ആ മിക്സിയുടെ ജാറിൽ തന്നെ അതിൻ്റെ ബാക്കിക്കും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂണോളം ഞാൻ കുറച്ച് നമ്മുടെ കരിപ്പട്ടി ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറിയ രീതിയിൽ മിക്സാക്കിയിട്ട് നമ്മൾ ഒരു ഇരുമ്പ് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കി കരിപ്പട്ടി നമുക്ക് ഇതിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് മൊത്തം ഒഴിച്ചു കൊടുക്കാം. മെലിഞ്ഞ കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കുറുക്കാണ്. എല്ലാവരും ഇത് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്ലെയിം ഒന്ന് ചട്ടി നല്ല ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ലെവലിലോട്ട് വെക്കുക. കളറ് മാറി വരുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലോട്ട് വെച്ച് കൊടുക്കുക. കൈയെടുക്കാതെ തന്നെ ഇളക്കുക. ഈ അരിക്കുറുക്ക് എന്തായാലും നമ്മുടെ എത്ര ഇളക്കിക്കൊണ്ടിരുന്നാലും കട്ട പിടിക്കും. അത് പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് മാറി ക്ലിയർ ആവും. ഇതാ കണ്ടോ, കട്ട പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ കട്ട പിടിക്കുന്നത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ കുറുക്ക് ഇങ്ങനെയാണ്. അത് അത്രയ്ക്കുള്ള ആ എഫക്റ്റ് അതിനുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുറുക്ക് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ആ കട്ടയൊക്കെ ഒന്ന് ആ ചെറിയ തീയിൽ കിടന്ന് തന്നെ ഇളകിയിട്ടുണ്ട്. കട്ടയൊക്കെ ഏതാണ്ട് ഇപ്പം തന്നെ അതങ്ങ് മാറി. നെയ്യും കൂടെ ചേർത്തപ്പോഴത്തേക്കും എല്ലാം ഇതുപോലെ ആക്കിയിട്ട് ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റാം. ഒരു ചെറിയ ബൗളിലത്തേക്കുള്ളതാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് ഇത്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിക്കും. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ കുറുക്ക് തയ്യാറാക്കാം. ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1/2 ബൗൾ ഉലുവ കുമത്തി വെച്ചതെടുത്തിട്ടിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പച്ചരി ചേർത്തു. അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് നേരത്തെ അടിച്ചതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. എടുത്തതിന് ശേഷം അരിപ്പിലോട്ട് വെച്ച് അരിക്കാം. കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ മിക്സ് എല്ലാം കൂടി ഇനി നമുക്ക് അടുത്ത കുറുക്ക് തയ്യാറാക്കാം. ഉലുവയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ഈ കുറുക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഉലുവ വളരെ കയ്പുള്ളൊരു സാധനമാണ്. പക്ഷേ അത് ഞാൻ ഈ ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കയ്പൊന്നും അറിയില്ല. മെച്ചൂർഡായ പെൺകുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കുറുക്കാണിത്. അത് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി അവർക്ക് കൊടുക്കുക. വയറുവേദന, നടുവേദന അതൊക്കെ മാറും. പിന്നെ ശരീരഭംഗിക്ക് ഇത് വളരെ ഉപകാരമുള്ളൊരു കുറുക്കാണിത്. സാധാരണയായി നമ്മൾ കുറുക്കുകൾ കഴിക്കുന്നത് പ്രസവശേഷമാണ്, പ്രസവരക്ഷാ സമയത്താണ്. ഇത് കർക്കിടക മാസം ആയതുകൊണ്ട് ഇതുപോലുള്ളത് കഴിക്കുന്നത് നല്ലതാണ്. കർക്കിടക മാസം എന്നല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലുള്ള കുറുക്കുകളൊക്കെ കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്. വിളർച്ച മാറാൻ വേണ്ടി അനുയോജ്യമായതാണ് ഈ ഉലുവക്കുറുക്ക്. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വളരെ പാൽ വർദ്ധിക്കാൻ വേണ്ടി ഈ കുറുക്ക് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാസത്തിലെങ്കിലും കഴിക്കുക. ഇത് എന്തുകൊണ്ടും വളരെ നല്ലൊരു കുറുക്കാണ്. ഉലുവയ്ക്ക് വളരെയധികം ഗുണങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ അത് പ്രസവരക്ഷാ കുറുക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ കുറുക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷവും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതിനും അമ്മമാർക്കും വളരെ ഉപകാരമുള്ളൊരു കുറുക്കാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് അവർക്ക് സൗന്ദര്യം വർദ്ധിക്കാനും ഇത് മുലപ്പാൽ വർദ്ധിക്കാനും ഒക്കെ വളരെ നല്ലൊരു കുറുക്കാണിത്. ഞാൻ കുറുക്കുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പച്ചരി കുമത്തിയാണ് എടുത്തിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് പച്ചരി കുമത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വറുത്ത അരിമാവും 1-2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. അത് കൂടുതൽ മാവ് ചേർത്ത് അതിൻ്റെ എഫക്റ്റ് കളയരുത്. ഞാനിവിടെ അരിയും 3-4 സ്പൂണൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ചേർത്തിട്ട് കുറുക്ക് നമ്മൾ ഇളക്കി ഏതാണ്ട് തയ്യാറാകാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കുറുക്കുകളിലൊക്കെ ഞാനിവിടെ കരിപ്പട്ടിയാണ് ചേർത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത് കുറുക്കുകളിൽ ചേർക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർക്കാവുന്നതാണ്. പനങ്കൽക്കണ്ടിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. ഇതിലൊന്നും കട്ട പിടിക്കാൻ അധികം സാധ്യതയില്ല. വളരെ ടേസ്റ്റായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല, ഇത് പുരുഷന്മാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഏതു തരം കുറുക്കും അവർക്കും കഴിക്കാവുന്നതാണ്. കുറുക്ക് തയ്യാറായി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ബൗളിലത്തേക്കുള്ളതാണ് തയ്യാറാക്കിയത്. ഇനി നമുക്ക് അടുത്തത് 3ാമത്തെ കുറുക്കാണ് തയ്യാറാക്കുന്നത്. അത് ഓട്സ് കുറുക്കാണ് തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ പച്ചരിയും ചേർത്ത് 1/2 ബൗൾ ഓട്സാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ചെറിയ അളവായതുകൊണ്ടാണ് അത്രയും ചേർത്തത്. തേങ്ങാപ്പാലും ചേർത്ത് നമുക്ക് ഒന്ന് നല്ലതുപോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അരിപ്പിലോട്ട് ഒഴിച്ച് ഇതിൽ തരിയൊന്നും കാണില്ല, എന്നാലും ഒന്ന് അരിച്ചൊഴിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി നമുക്ക് അതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് അടുത്തതായി ഇരുമ്പ് ചട്ടിയിലോട്ട് പിന്നെ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പ് ചട്ടി ചൂടുള്ളതാകാൻ പാടില്ല. ഒരു കുറുക്കിനും ചൂടില്ലാതെ ആണ്. ഇരുമ്പ് ചട്ടി ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ കുറുക്ക് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തന്നെ ഇതിലോട്ട് കരിപ്പട്ടിയും ചേർക്കാം. നമ്മൾ ഈ കുറുക്കിൽ മാത്രം നെയ്യ് അധികം ചേർക്കില്ല. നെയ്യ് ചേർക്കാതെയാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ഓട്സ് ആയതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാകും. നമ്മൾ ഓട്സ് കുറുക്കുന്നത് കണ്ടില്ല, പക്ഷെ വളരെ ടേസ്റ്റാണിത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി കൊടുക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് നല്ലതാണ്. അവർ മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ വേഗം വണ്ണം വയ്ക്കാനൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഓട്സിൻ്റെ ഈ കുറുക്ക്. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് കൊടുക്കുക. കരിപ്പൊട്ടിയൊക്കെ ചേർത്തത് കൊണ്ട് ഇതിന് വളരെ ടേസ്റ്റാണ്. കട്ടി തേങ്ങാപ്പാലും ചേർത്തിരിക്കുകയാണ്, അതുകൊണ്ട് വളരെ ടേസ്റ്റാണിത്. ഇത് തയ്യാറായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഇതായാൽ മതിയാകും. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ഈ ഓട്സ് കുറുക്ക് 3 മാസം പ്രായം മുതൽ കുട്ടികൾക്ക് കൊടുത്ത് തുടങ്ങാവുന്ന ഒരു കുറുക്കാണ്. ഇത് നിങ്ങൾക്ക് കരിപ്പൊട്ടിക്ക് പകരം അതിൽ പനങ്കൽക്കണ്ട് ചേർക്കാവുന്നതാണ്. പഞ്ചസാര അത്ര ഒരു ഗുണമുള്ള സാധനമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം ചെയ്തെടുക്കാൻ വേണ്ടി പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കുറുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലോട്ട് അതും കോരി മാറ്റി വയ്ക്കാം. എനിക്ക് ഈ കുറുക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഉമ്മയാണ് വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ
കറിവേപ്പില കുറുക്കാണ്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കറിവേപ്പില വളരെ എഫക്റ്റായ ഒരു സാധനമാണ്. കൊളസ്ട്രോള് ഇല്ലാതാക്കാനും നമ്മുടെ വയറിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും മുടി വളരാൻ വേണ്ടി കറിവേപ്പില വളരെ നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൃമിശല്യം അതുപോലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ കറിവേപ്പില നല്ലതാണ്. പിന്നെ കറിവേപ്പിലയ്ക്ക് ഭയങ്കര അളവ് കൂടുതലായി എടുക്കരുത്. എന്ത് സാധനവും നമ്മൾ കുറച്ച് രീതിയിൽ വേണം ചേർത്ത് ആദ്യം അവർക്ക് കഴിക്കാൻ കൊടുത്ത് ശീലിപ്പിക്കാനുള്ളത്. ഞാനിത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചെറിയ കളർ വ്യത്യാസമുണ്ട്, പച്ച ഇലയുടേത്. കൂടുതൽ കറിവേപ്പിലയൊക്കെ ചേർത്താൽ നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കാൻ മടിക്കും. അതിൻ്റെ ആ ഒരു മണമൊന്നും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതൊരു മരുന്നല്ലേ, അപ്പോൾ അത് മരുന്ന് രീതിയിൽ തയ്യാറാക്കുക. കുറച്ച് അളവിൽ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഈ കുറുക്ക് ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ വെറും വയറ്റിൽ കുറുക്ക് കഴിക്കുക. ഒരു ചെറിയ ബൗളിൽ ആക്കി കഴിക്കുക. രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ സമയത്ത് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഈ കുറുക്ക് കഴിക്കുക. ഈ കുറുക്ക് കഴിച്ചതിന് ശേഷം നിങ്ങൾ രാത്രിയിൽ വെള്ളം കുടിക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് അത് കിടക്കുക. അതാണ് ഏറ്റവും കുറുക്ക് കഴിക്കാനുള്ള അനുയോജ്യമായ സമയം. ഈ 2 സമയവുമാണ്. നമ്മുടെ ഈ കറിവേപ്പില കുറുക്ക് 7 ദിവസം തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം, അതായത് അമിതവണ്ണം നമുക്ക് കുറഞ്ഞ് സ്ലിമ്മായി കിട്ടാൻ വേണ്ടി വളരെ ഉപകരിക്കുന്ന ഒരു കുറുക്കാണ്. അത് നിങ്ങൾക്ക് ഇതുപോലെ വണ്ണം കുറയാനുള്ളവർക്കാണെങ്കിൽ ഈ രീതിയിൽ 7 ദിവസം തുടർച്ചയായി കഴിക്കണം. അത് കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറഞ്ഞ് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ കറിവേപ്പില കുറുക്കും തയ്യാറായിട്ടുണ്ട്. വളരെ മണമാണ് ഈ കുറുക്കൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും. മണം പോലെ തന്നെ ഇതിനും ഗുണങ്ങളും കൂടുതലാണ്. അങ്ങനെ തയ്യാറായ കറിവേപ്പില കുറുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മഞ്ഞൾ വെച്ചുള്ള കുറുക്കാണ്. നമുക്ക് അതിന് വേണ്ടി ബാലൻസ് ഉള്ള അരിയും എടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞളിൻ്റെ കുറുക്ക് അത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സൗന്ദര്യവർദ്ധനത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ് മഞ്ഞൾ. നമ്മൾ നിത്യ ഉപയോഗത്തിന് എന്നും ഉപയോഗിക്കുന്ന, പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് മഞ്ഞൾ. ആ മഞ്ഞൾ ചിലരൊക്കെ ആണെങ്കിൽ പാലിൽ കലക്കി കുടിക്കും. അതൊക്കെ അത്ര നല്ല സാധനമാണ്. നമ്മൾ ഈ മഞ്ഞൾ കൊണ്ടുള്ള കുറുക്ക് അപ്പോൾ അത്രയ്ക്കുള്ള ആ ഒരു ഇതാണ്. കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ്, മുതിർന്നവർക്കും ഇത് തന്നെ. ഈ കുറുക്ക് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത്. അതിന് മുന്നെയോ ശേഷമോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ കുറുക്ക് ഐറ്റംസ് ഒക്കെ കഴിക്കാം. പിന്നെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഏറ്റവും ഉപകാരമുള്ളൊരു മാസമാണ് നമ്മുടെ കർക്കിടക മാസം. ഈ മാസത്തിൽ നമുക്കിതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ പിടിക്കുന്ന വളരെ ഇതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ മഞ്ഞൾ കുറുക്കിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചുകൂടെ പിന്നെ ഈ മഞ്ഞളും കറിവേപ്പിലയും കുറുക്ക് നമുക്ക് കൂടുതൽ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. അത് കുറച്ച് സമയമൊക്കെ, അതായത് 1-2 മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിയുകയാണെങ്കിൽ ഇത് വെള്ളം പോലെ ഒന്നാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്ത് ഒന്ന് രാത്രിയിലത്തേക്കാണെങ്കിൽ വൈകുന്നേരം ചെയ്ത് അതുപോലെ വയ്ക്കുക. ചുമ്മാ ഇളക്കാനൊന്നും പാടില്ല. ഇത് വെറും വയറ്റിലൊക്കെ കഴിച്ചിട്ട് അങ്ങ് കിടക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ 5 തരം കുറുക്കുകളും തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതലും പേർക്കും ചെയ്യാനൊക്കെ അറിയായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് കാണുന്നവരൊക്കെ ഏതെങ്കിലും ഒരു ഐറ്റമെങ്കിലും ചെയ്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുട്ടികൾക്കും ചെയ്ത് കൊടുക്കണം. ഈ കുറുക്കുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ കുറുക്കൊക്കെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ചെയ്ത് അതിൽ തന്നെ അടച്ച് വെക്കുന്നതാണ് നല്ലത്. രാവിലത്തേക്കുള്ളതും അതിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുക. ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇത് അതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഉറഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റേണ്ട കാര്യമില്ല. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ബൗളിലോട്ടൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.